എല്ലായിടത്തും വിമതശല്യം തന്നെ മുന്നണികൾ നേരിടുന്നുവെന്ന് പറഞ്ഞു. കണ്ണൂർ പയ്യന്നൂർ നഗരസഭയിൽ ബ്രാഞ്ച് സെക്രട്ടറി തന്നെ വിമതനായി മത്സരിക്കുകയാണ്. കാരാ ബ്രാഞ്ച് സെക്രട്ടറി സി വൈശാഖാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. കോൺഗ്രസ് എസിലെ പി ജയനാണ് എൽഡിഎഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. സുമേഷ് മൊറാഴ ചേർന്നു. സുമേഷ്, ബ്രാഞ്ച് സെക്രട്ടറി തന്നെ മത്സരിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂരുമാണ്, പാർട്ടി നേതൃത്വമായിട്ട് ചർച്ചകളുണ്ടോ? ഈ ഒരു വിമത ഭീഷണി ഒഴിവാക്കാനുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ലേ? അപർണ, പയ്യന്നൂർ CPM-ലെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന് വേണമെങ്കിൽ ഈ വൈശാഖിന്റെ സ്ഥാനാർത്ഥിത്വത്തെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. അപർണ സൂചിപ്പിച്ചതുപോലെ കാര ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ വൈശാഖ്. ഈ വൈശാഖാണ് ഇപ്പോൾ CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥിക്കെതിരെ ഇപ്പോൾ ഒരു വിമത സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതായത് CPM LDF-ഉം തീരുമാനിച്ച സ്ഥാനാർത്ഥി 36-ാം വാർഡിൽ കോൺഗ്രസ് എസിന്റെ പി ജയനാണ്. ഈ പി ജയനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഒരു വിഭാഗം രംഗത്ത് വരുന്നു. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് സെക്രട്ടറിയെ തന്നെ ഈ ഇദ്ദേഹത്തിനെതിരെ വിമത സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടാണ് ഈ വൈശാഖ് സി, അതായത് കാര ബ്രാഞ്ച് സെക്രട്ടറി വൈശാഖ് സിയെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വയം രംഗത്ത് എത്തിയിരിക്കുന്നത്. അതായത് ഇന്ന് LDF-ന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസമാണ്. അന്ന് തന്നെ ഈ വൈശാഖും ബ്രാഞ്ച് സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്റർ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇയാളുടെ സ്ഥാനാർത്ഥിത്വത്തെ മേൽക്കമ്മിറ്റി, അത് ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ നല്ല രീതിയിൽ ഇടപെടുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അതായത് എങ്ങനെയും ഈ സ്ഥാനാർത്ഥി നിർണയം ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറി നിൽക്കണം എന്നാണ് ഇദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞ ബ്രാഞ്ച് സമ്മേളനത്തിൽ മത്സരത്തിലൂടെ ബ്രാഞ്ച് സെക്രട്ടറിയായ ആളാണ് ഈ വൈശാഖ് സി. പയ്യന്നൂരിൽ കഴിഞ്ഞ കാലങ്ങളിൽ നല്ല രീതിയിൽ വിഭാഗീയത പ്രവർത്തനം നിലനിൽക്കുന്ന ഒരു സ്ഥലം ആണ്. അത്തരം വിഭാഗീയത പ്രവർത്തനം ഇപ്പോഴും അവിടെ തുടരുന്നു എന്ന് വേണമെങ്കിൽ ഈ വൈശാഖിന്റെ സ്വയം സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയ ഈ വിഷയത്തിൽ നമുക്ക് വിലയിരുത്താം. സുമേഷ് മൊറാഴ.